ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GA MAT 101 CS IT റിലേറ്റഡ് ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിലെ പേപ്പർ ഗ്രൂപ്പ് എ മാത്തമാറ്റിക്സ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 7ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 6ാമത്തെ പാർട്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റും പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് നമ്മൾ പഠിച്ചു. ഇക്വേഷൻ ഓഫ് നോർമൽ നമ്മൾ ഫോർമുല പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ മെൻഷൻ ചെയ്യും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ചെയ്യണോ, അല്ലെങ്കിൽ എപ്പോഴും ആലോചിക്കുക യൂസിങ് ഡെഫിനിഷൻ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുക. ലിമിറ്റ് h→0 f'(x) അല്ലെങ്കിൽ സ്ലോപ്പ് ലിമിറ്റ് h→0 f(x + h) മൈനസ് f(x) ഡിവൈഡഡ് ബൈ h എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസിങ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലോ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കിലാണ്. ഇപ്പോൾ x² ഡെറിവേറ്റീവ് 1 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് കൂടുതലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂസിങ് ഡെഫിനിഷൻ തന്നെ നിങ്ങൾ എക്സാമിന് ചെയ്യണം കേട്ടോ. കൂടിയ മാർക്കിന് നിങ്ങൾക്ക് അറിയാലോ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം എത്രത്തോളം എഴുതേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ അങ്ങനെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തും കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷൻസിനും ഡെറിവേറ്റീവ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വരുത്താനും പറ്റും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്ത് x² ഡെറിവേറ്റീവ് എനിക്ക് 2x കിട്ടിയേ പറ്റൂ, sin x ഡെറിവേറ്റീവ് എനിക്ക് cos x കിട്ടിയേ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഒരു അഷുറൻസ് വരുത്താനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പിന്നെ മാർക്ക് നോക്കിയിട്ട് കൂടുതൽ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ യൂസിങ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമായിരുന്നു. നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിഫറൻഷിയേറ്റ് f(x) = x/x-1 യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇവിടെ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് ഡെഫിനിഷൻ രൂപത്തിൽ തന്നായിരുന്നു. ഓക്കെ, ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ f(x) ദാറ്റ് ഈസ് f'(x) is calculated by using the formula according to first principle is limit h→0 f(x + h) minus f(x) divided by എന്താണ് h. നോക്കിക്കേ, ഇവിടെ f(x) എന്ന് പറയുന്ന ആളാരാണ്? f(x) എന്ന് പറഞ്ഞാൽ x/x-1 ആണ്. അപ്പോൾ f(x + h) എന്ന് പറയുന്ന ആളാരായിരിക്കും? x മാറി x + h ആക്കുക, x + h ഡിവൈഡഡ് ബൈ x + h - 1 എന്ന് വരും, ശരിയല്ലേ? സോ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലിമിറ്റ് h→0 f(x + h) പകരം x + h ഡിവൈഡഡ് ബൈ x + h - 1 മൈനസ് f(x) പകരം x/x-1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് h. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ലിമിറ്റ് h→0 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + h ഇൻറ്റു x - 1 എന്ന് വരും, മൈനസ് x ഇൻറ്റു x + h - 1 എന്നാണ് വരിക, ശരിയല്ലേ? x ഇൻറ്റു x + h - 1 എന്നാണ് വരിക, ഹോൾ ഡിവൈഡഡ് ബൈ x + h - 1 ഇൻറ്റു x - 1 എന്ന് വരും. ഹോൾ ബൈ ഒരു h ഉണ്ട്, അത് ഈ ഡിനോമിനേറ്ററിൽ തന്നെ കൊടുക്കാം, ശരിയല്ലേ? കാരണം a/b ഹോൾ ബൈ സി ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്? a/b ഇൻറ്റു സി എന്ന് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അത് പ്രകാരം ഹോൾ ബൈ h എനിക്ക് എവിടെ തന്നെ കൊടുക്കാം? ഡിനോമിനേറ്ററിൽ തന്നെ കൊടുക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h→0. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്, x² - x
പ്ലസ് എച്ച് എക്സ് മൈനസ് എച്ച്. ബ്രാക്കറ്റ് ഓപ്പണിംഗ് എല്ലാവർക്കും അറിയാമല്ലോ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എച്ച് ഇൻറ്റു 1 എച്ച്, എച്ച് ഇൻറ്റു എക്സ് എച്ച് എക്സ്, എച്ച് ഇൻറ്റു മൈനസ് 1 മൈനസ് എച്ച്. ഓക്കെ, ഇനി എക്സ് ഉള്ളിലേക്ക് കൊടുക്കുക. മൈനസ് എക്സ് ആണ് ഉള്ളിലേക്ക് വരുന്നത്. മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് എക്സ് ഇൻറ്റു എച്ച് മൈനസ് എക്സ് എച്ച്, മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല. ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട. ഇവിടെ ഒരു ഇൻറ്റു എച്ച് ഉണ്ട്, മുകളിൽ ഒരു എച്ച് എന്തായാലും നമുക്ക് വരും. അപ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ നിൽക്കട്ടെ അല്ലേ. എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച്. ഓക്കെ, സോ ഇവിടെ ഇനി നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാം. എന്തൊക്കെ നമുക്ക് വെട്ടാം? മുകളിലൊരു എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഒരു പ്ലസ് എക്സ് മൈനസ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ ഇനി വേറെ എന്തെങ്കിലും വെട്ടാനുണ്ടോ? യെസ്, ഇവിടെ ഒരു പ്ലസ് എച്ച് എക്സ് മൈനസ് എച്ച് എക്സും ഉണ്ടായിരുന്നു, അതും വെട്ടി. ഓക്കെ, ഇനി മുകളിലൊരു മൈനസ് എച്ച് മാത്രമേ ഉള്ളൂ. താഴെ ഇപ്പോൾ എന്തുണ്ട്? ഇനി എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച് ഉണ്ട്. ശരിയല്ലേ? ഇനിയിപ്പോൾ ആ എച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഈ എച്ചും കൂടെ ക്യാൻസൽ ചെയ്യാം. ആ എച്ച് ആയിരുന്നു ആക്ച്വലി മുകളിലും താഴെയും 0 ഉണ്ടാക്കുന്നത്, അഥവാ ഇൻഡിറ്റർമിനേറ്റ് ഫോം ഉണ്ടാക്കുന്നത് മുകളിലും താഴെയുള്ള എച്ച് ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എച്ചിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ചിൻ്റെ പ്ലേസിൽ ഈ എച്ച് കാണുന്ന സ്ഥലത്ത് 0 കൊടുത്താൽ മതി. എക്സ് പ്ലസ് മുകളിലൊരു മൈനസ് 1 ഉണ്ട്, എക്സ് പ്ലസ് 0 മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? സോ മൈനസ് 1 ബൈ എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വരും. ഓക്കെ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്താണ്? എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പോൾ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ ആണ് ആൻസർ വരും. ഓക്കെ ആണോ നോക്കണേ? ഇപ്പോൾ എക്സ് ബൈ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ നോക്കണേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, മുന്നോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് എടുത്ത് പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ നമ്മൾ പ്ലസ് 2ലും പ്ലസ് 1ലും ഒക്കെ ക്വസ്റ്റ്യൻ റൂൾ പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ റൂൾ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ റൂളും കൂടെ ഞാൻ ജസ്റ്റ് സൈഡിൽ വേണം ചെയ്ത് കാണിച്ചു തരാം. ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, എക്സിൻ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇവിടെ എക്സിൻ്റെ 1 ആണ്, 1ൻ്റെ 0 ആണ്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ. അപ്പം ഇവിടെ എക്സ് മൈനസ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് വരും. പ്ലസ് എക്സ് മൈനസ് എക്സ് വെട്ടിയാൽ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആൻസർ വെരിഫൈ ചെയ്യാൻ, നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡും കൂടെ, അതായത് ക്വസ്റ്റ്യൻ റൂളും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. സൈഡിൽ പോയി ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ ഒന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ റൂൾ എക്സാമിന് ചെയ്യരുത്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. കണ്ടോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ അവർ പറയുന്നുണ്ട്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y is equal to 5x minus 3x square at x equal to 1. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കണേ. സോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ m is equal to ലിമിറ്റ് h tends to 0 f of x plus h minus f of x ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ് എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാ? y is the f of x, that is 5x minus 3x square. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താണ് വരിക? 5 ഇൻറ്റു ഇവിടെ എക്സ് എല്ലാം മാറ്റി എക്സ് പ്ലസ് എച്ച് ആക്കണം. ശരിയല്ലേ? 5 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ? വേണമെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 5x പ്ലസ് 5h മൈനസ് 3 ഇൻറ്റു ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab 2xh പ്ലസ് ബി സ്ക്വയർ, അതായത് h സ്ക്വയർ. ഓക്കെ, സോ അതായത് 5x പ്ലസ് 5h മൈനസ് 3x സ്ക്വയർ
മൈനസ് 26 6xh മൈനസ് 3h² എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എല്ലാം ഇങ്ങോട്ട് കൊടുക്കുകയാണേ. ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം എന്താണ് ഇപ്പോൾ കിട്ടിയ ഉത്തരം 5x പ്ലസ് 5h മൈനസ് 3x² മൈനസ് 6xh മൈനസ് 3h² കൊടുത്തു. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ നമുക്കിനി എന്ത് കൊടുക്കാം? 5x മൈനസ് 3x² അല്ലെ, 5x മൈനസ് 3x² ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. ഓക്കെ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത എല്ലാവരും. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 5x പ്ലസ് 5h മൈനസ് 3x² മൈനസ് 6xh മൈനസ് 3h² മൈനസ് 5x മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3x² വരും. ശരിയാണല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വെട്ടാനുണ്ടോ നോക്കിക്കേ. ക്യാൻസൽ ആവാൻ ആരെങ്കിലും ഒക്കെ നിപ്പുണ്ടാവും. പ്ലസ് 5x മൈനസ് 5x ക്യാൻസൽ, പ്ലസ് 3x² മൈനസ് 3x² ക്യാൻസൽ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 5h 3h² 6h. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ബാക്കിയുള്ള എല്ലാ ടേംസിലും ഒരു h ഉണ്ടാവും. ഇവിടെ h ഉണ്ട്, ഇവിടെ h ഉണ്ട്, ഇവിടെ h ഉണ്ട്. ആ h ഇങ്ങ് പുറത്തെടുക്കുക. h പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക? 5 ഉണ്ടാവും, മൈനസ് 6x ഉണ്ടാവും, മൈനസ് 3h ഉണ്ടാവും. 3h² നിന്നാണ് ഒരു h വന്ന്. ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. അപ്പോൾ ഇനി h വെച്ച് നമുക്ക് വെട്ടാം. മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയി. ഇനിയിപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കാമല്ലോ. എച്ചിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക. അപ്പോൾ എന്താണ്? 5 മൈനസ് 6x എന്ന് വരും. ശരിയല്ലേ? 5 മൈനസ് 6x എന്നാണ് ആൻസർ വരിക. എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 3 ഇൻറ്റു 0 എന്നുള്ളത് അത് 0 ആയി പോയിട്ടുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പോയിന്റ് കൊടുക്കുക. എന്താണ്? x ഈക്വൽ ടു 1. ദ m അറ്റ് x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 6 ഇൻറ്റു എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? 5 മൈനസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 1 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ഈ ക്വസ്റ്റ്യനിൽ യൂസിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്. യൂസിങ് ഡെഫിനിഷൻ. ഇപ്പോൾ ഡെഫിനിഷൻ വെച്ച് തന്നെ ചെയ്യണം അല്ലേ? ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്ലോപ്പിൻ്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. ഇപ്പോൾ യൂസിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് തന്നെ ഉപയോഗിച്ചിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളോട് ടാൻജന്റ് ഇക്വേഷൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിലും ടാൻജന്റിന്റെ സ്ലോപ്പ് അറ്റ് എക്സ് ഈക്വൽ ടു 1 മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെയും എന്ത് തന്നെ മതി? സ്ലോപ്പ്. സോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പിന്റെ ഇക്വേഷൻ പറഞ്ഞേ. എം ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 8 ഡിവൈഡഡ് ബൈ x² ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എന്താവും? ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ആവും. കാരണം ജി ഓഫ് എക്സ് ആണല്ലോ. മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ജി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ജി ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് മാറ്റി എക്സ് പ്ലസ് എച്ച് ആക്കുക. 8 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക? ലിമിറ്റ് h ടെൻസ് ടു 0 ജി ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 8 ബൈ x² ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. സോ ലിമിറ്റ് h ടെൻസ് ടു 0 മുകളിൽ രണ്ട് ടേംസും 8 ഞാനിങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ 8 പുറത്തെടുത്ത് ഞാൻ ഔട്ട് സൈഡ് ഇടുന്നുണ്ട്. ഔട്ട് സൈഡ് ഈ ലിമിറ്റിൻ്റെ പുറത്ത് ഞാൻ 8 ഇടുന്നുണ്ട്. ഇനി ബാക്കി വരുന്നത് ഇവിടെ 1 ബൈ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയറും 1 ബൈ x² ഹോൾ ബൈ എച്ചും ആണ്. ആ 8 പുറത്ത് വന്ന കഥ പിടി കിട്ടിയോ? ന്യൂമറേറ്റർ രണ്ട് ടേംസിലും 8 കോമൺ ഉണ്ട്. ശരിയല്ലേ? സോ 8 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 ഇനി ഞാൻ ക്രോസ് ചെയ്യാണ്. x² മൈനസ് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ
എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഹോൾ ബൈ എച്ച് ഞാൻ ഡിനോമിനേറ്ററിൽ തന്നെ ഇടാം. എ ബൈ ബി ബൈ സി ആണെങ്കിൽ എ ബൈ ബി സി ആണ്. ഓക്കെ അല്ലേ? സോ ഇതെന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. എ സ്ക്വയർ പ്ലസ് 2ab അതായത് 2xh പ്ലസ് ബി സ്ക്വയർ അതായത് എച്ച് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച്. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ് ന്യൂമറേറ്ററിൽ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh മൈനസ് എച്ച് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. ശരിയല്ലേ? സോ എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇവിടെ എക്സ് സ്ക്വയർ പോയി. അപ്പോൾ ബാക്കി സ്റ്റെപ്സ് നോക്കിക്കോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പം ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് എച്ച് പുറത്തെടുത്താൽ എച്ച് ഇങ്ങോട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? ഒരു മൈനസ് 2x ഉണ്ടാവും. മൈനസ് 2x പിന്നെ മൈനസ് എച്ച് സ്ക്വയറിൽ നിന്ന് ഒരു എച്ച് പോയാൽ ബാക്കി ഒരു എച്ച് ഉണ്ടാവും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുകളിലും താഴെയും 0 വരുത്തുന്നത് ആക്ച്വലി എച്ച് ആയിരുന്നു. ആ എച്ച് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? എച്ചിന് ഞാൻ 0 കൊടുക്കുക. എച്ചിന് 0 കൊടുത്താൽ എന്താണ് വരിക? ദാറ്റ് ഈസ് 8 ഇൻറ്റു എച്ചിന് 0 കൊടുത്താൽ മുകളിൽ ഇനി മൈനസ് 2x ഉള്ളൂ. അല്ല, 8 ഇൻറ്റു മൈനസ് 2x ഉള്ളൂ മുകളിൽ. ഈ എച്ച് എന്ന് പറയുന്ന സാധനം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇവിടെ താഴെയും എച്ച് 0 ആയി. ബാക്കി വരിക താഴെ വരിക ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച് 0 ആയാൽ എക്സ് പ്ലസ് 0 ഹോൾ സ്ക്വയർ അതായത് എക്സ് സ്ക്വയറേ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് മൈനസ് 16x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 എന്ന് വരും അല്ലെ? മൈനസ് 16x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4. ഒരു എക്സും റൈസ് ടു 4ഉം വെട്ടിയാൽ ക്യൂബ് ആവും. അപ്പോൾ മൈനസ് 16 ബൈ എക്സ് ക്യൂബാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? ആൻസർ വരുന്നുണ്ടാവുക. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. സ്ലോപ്പ് അഥവാ എം എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റ് കൊടുക്കണം. എക്സ് ഈക്വൽ ടു 2 ആണ്. സോ സ്ലോപ്പ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുക. മൈനസ് 16 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് വരും അല്ലേ? അപ്പോൾ എന്താണ് വരിക? മൈനസ് 16 ബൈ 2 ക്യൂബ് എത്രയാണ്? 8 ആണ്. മൈനസ് 16 ബൈ 8 എത്രയാണ്? മൈനസ് 2 ആണ് ആൻസർ വരും. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ അടുത്തത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. യൂസിങ് ഡെഫിനിഷൻ കണ്ടോ? ഈ ക്വസ്റ്റ്യനകത്ത് യൂസിങ് ഡെഫിനിഷൻ എടുത്ത് പറയുന്നത് കണ്ടോ? അപ്പോൾ എക്സാമിനും അങ്ങനെ എടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻസ് ഇൻ ദ എക്സസൈസ് 1 to 6 1 മുതൽ 6 വരെയുള്ള ഫംഗ്ഷൻസ്. ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഡെറിവേറ്റീവ് അറ്റ് ദ സ്പെസിഫൈഡ് പോയിന്റ്സ്. അപ്പോൾ ഒരു കുറച്ച് പോയിന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ചോദ്യം. സോ യൂസിങ് ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഡാഷ് എക്സിൻ്റെ ഫോർമുല എഴുതി വയ്ക്കുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സോ ഹിയർ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 4 മൈനസ് എക്സ് മാറ്റിക്കൊണ്ട് എക്സ് പ്ലസ് എച്ച് ആക്കുക. അത് എന്തെടുത്തിട്ടുണ്ട്? സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, വേണം ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. 4 മൈനസ് ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തോട്ടെ. എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി മൈനസ് ഉള്ളിലേക്ക് കൊടുക്കാം. 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh മൈനസ് എച്ച് സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം ഇപ്പോൾ കിട്ടിയ ഉത്തരം ഞാൻ കൊടുക്കുകയാണ്. 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh മൈനസ് എച്ച് സ്ക്വയർ.
ഓക്കെ ആണല്ലോ, മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പം മൈനസ് കഴിഞ്ഞ് 2 ടേം വരാൻ പോവാ. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടോണം 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എച്ച് ഉണ്ട് അല്ലെ, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ ഇനി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്. 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആയിരുന്നേ, മൈനസ് എച്ച് സ്ക്വയർ. ഇനി ആ മൈനസ് ഉള്ളിലേക്ക് വരിക, -4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, +4 -4 ക്യാൻസൽ ചെയ്യാം, പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഒരു എച്ചിങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക, -2x മൈനസ് എച്ച് എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എച്ചും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയി. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എച്ചിന് 0 കൊടുത്താൽ -2x -0 എന്ന് വരും. ആൻസർ വിൽ ബിക്കം -2x. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് f' x കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. f' x ഈക്വൽ ടു എന്താണ്, -2x ആണ് ആൻസർ വരിക. ഇനി ഒരു സ്പെസിഫൈഡ് പോയിന്റ്സിൽ കണ്ടുപിടിക്കാം. f' -3 വേണം, f' വേണം, f' വേണം. ഓക്കെ, അപ്പോൾ f' -3 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, ഇനി -3 കൊടുക്കുക. അപ്പോൾ -2 ഇൻറ്റു എക്സിന് പകരം -3 കൊടുക്കുക. -2 ഇൻറ്റു -3 എന്ത് വരും, 6 വരും ആൻസർ. ഓക്കെ, ഇനി f' പറഞ്ഞേ, f' എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 0 കൊടുക്കുക. -2 ഇൻറ്റു 0 എന്ന് വരും, ആൻസർ വിൽ ബിക്കം 0. ഇനി അടുത്ത് f' എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുക്കുക. -2 ഇൻറ്റു 1 എന്ന് വരും, ആൻസർ എന്താണ് വരിക, -2 ആണ് ആൻസർ വരിക. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f'-1ഉം f'0യും f'2മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്കാം. ആദ്യം ഫോർമുല f'(x) ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഉപയോഗിക്കുകയാണ് ഞാൻ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, എച്ച്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫോർമുല. ഓക്കെ, ഫോർമുല എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോർമുലയുടെ മാർക്ക് കിട്ടും. ഇനി നോക്കാം, നമുക്ക് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, x-1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. അത് ആദ്യം സൈഡിലൊന്ന് ചെയ്ത് വെക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഈ എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താക്കി ഞാൻ, എക്സ് പ്ലസ് എച്ച് ആക്കി, -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ശരിയാണല്ലോ? യെസ്. ഇനി നമുക്ക് a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എല്ലാവർക്കും ആ ഫോർമുല അറിയണമെന്നുണ്ടാവില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ a-b ഹോൾ സ്ക്വയർ എല്ലാവർക്കും അറിയാലോ. ഈ എക്സ് പ്ലസ് എച്ചിനെ ഞാൻ a ആയിട്ട് സങ്കല്പിക്കുന്നു. ഓക്കെ, അപ്പം അത് ഞാൻ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് എച്ച് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് a ആയിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് a-1b ആയിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ a-b ഹോൾ സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ അതായത് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു 1. ഇപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഓക്കെ ആണേ? പ്ലസ് എന്തുണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab 2xh പ്ലസ് ബി സ്ക്വയർ എച്ച് സ്ക്വയർ. ഈ -2 ഉള്ളിലേക്ക് വരും, -2x -2h പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1. അപ്പോൾ എന്ത് വരും, ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ -2x -2h പ്ലസ് 1 പ്ലസ് 1 എന്നുള്ളത് എന്താവും, 2 ആവും. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. എഫ് ഓഫ് എക്സും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിടാം. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x-1 ഹോൾ സ്ക്വയർ പ്ലസ് 1. അതാ ചോദ്യം. അതും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 2x പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 പ്ലസ് 1. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 വരും. ശരിയല്ലേ? ഇനി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സും ഉണ്ട്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് ഇനി കൊടുക്കേണ്ട പ്രയാസം മാത്രമേ ഉള്ളൂ. ലിമിറ്റ്
എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം ഇപ്പോൾ കിട്ടിയ ഉത്തരം എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2x മൈനസ് 2h പ്ലസ് 2 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2. ഇപ്പം മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് മറന്നു പോകരുത്. മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഈസ് മസ്റ്റ് അല്ലേ. ഇനി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2x മൈനസ് 2h പ്ലസ് 2 മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2x മൈനസ് ഓഫ് പ്ലസ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും എച്ച്. സോ ഇവിടെ ഇനി എന്തെങ്കിലും ക്യാൻസലേഷൻ പരിപാടി നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം. എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. പിന്നെ പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ആവും. പിന്നെ ഒരു മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ആവും. ശരിയാണല്ലോ. ഇനി ബാക്കി വരുന്ന ടേംസിൽ എല്ലാം എച്ച് ഉണ്ട് അല്ലേ. എച്ച് വേണമെങ്കിൽ പുറത്തെടുക്കാമല്ലോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഒരു എച്ച് പുറത്തെടുത്താൽ ബാക്കി 2xh നിന്ന് എച്ച് പോയാൽ ബാക്കി 2x ഉണ്ടാവും. എച്ച് സ്ക്വയറിൽ നിന്ന് ഒരു എച്ച് പോയാൽ ബാക്കി ഒരു എച്ച് ഉണ്ടാവും. മൈനസ് 2h നിന്ന് എച്ച് പോയാൽ ഒരു മൈനസ് 2 ഉണ്ടാവും. ശരിയല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് എച്ച്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എച്ചും എച്ചും ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി വരുന്നത് 2x ഉണ്ട് പ്ലസ് ഒരു എച്ച് ഉണ്ട് മൈനസ് 2 ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എച്ചിന് 0 കൊടുക്കാമല്ലോ. ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ 2x h 0 ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന h 0 ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 2x മൈനസ് 2 ഉള്ളൂ. 2 വേണമെങ്കിൽ പുറത്തെടുത്ത് നിർത്താം. 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. 2 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. സോ ഇപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച് വെച്ചു നമ്മൾ അല്ലേ. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 2 ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടി. ശരിയാണല്ലോ. ഇനി നമുക്ക് അവർ പറയുന്ന പോയിന്റുകളിൽ ചെയ്യാം. എഫ് ഡാഷ് മൈനസ് 1ഉം എഫ് ഡാഷ് 0യും എഫ് ഡാഷ് 2ഉമാണ് വേണ്ടത് അല്ലേ. എഫ് ഡാഷ് മൈനസ് 1ഉം എഫ് ഡാഷ് 0യും എഫ് ഡാഷ് 2ഉമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ. 0 മൈനസ് 1 2 തന്നെയല്ലേ. 0 മൈനസ് 1 2. ഓക്കെ, നോക്കാം. എഫ് ഡാഷ് മൈനസ് 1 പറഞ്ഞേ 2 ഇൻറ്റു എക്സിന് മൈനസ് 1 കൊടുക്കുക. മൈനസ് 1 മൈനസ് 1 2 ഇൻറ്റു മൈനസ് 2 വരും. ആൻസർ എന്താണ്? മൈനസ് 4 വരും അല്ലേ. എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0 മൈനസ് 1. 2 ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 1 ആണ്. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. എഫ് ഡാഷ് 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 മൈനസ് 1 അല്ലേ. 2 ഇൻറ്റു 2 മൈനസ് 1 1 ആണ്. 2 ഇൻറ്റു 1 എന്ത് വരും? 2 വരും ആൻസർ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/t² എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/t². ഓക്കെ, ഇപ്പം നമ്മുടെ ഫോർമുല എന്താണ്? ജി ഡാഷ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ജി ആക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് എച്ച്. അപ്പോൾ എക്സിന് പകരം ഇവിടെ ടി ആണ് ഫംഗ്ഷൻ അല്ലേ. ടിയുടെ ടേംസിലാണല്ലോ. അപ്പോൾ ജി ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് ടി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് ഞാൻ ഫോർമുല റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ജി ഓഫ് ടി ആരാന്ന് പറഞ്ഞേ? ജി ഓഫ് ടി എന്ന് പറയുന്ന ആളാരാണ്? 1/t² അല്ലേ. ജി ഓഫ് ടി പ്ലസ് എച്ച് എന്ത് വരും? ജി ഓഫ് ടി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 1/t മാറ്റി എന്താക്കുക? ടി പ്ലസ് എച്ച് ആക്കുക. അതെന്ത് എടുത്തിട്ടുണ്ട്? ഇവിടെ സ്ക്വയർ എടുത്തിട്ടുണ്ട്. ശരിയാണല്ലോ. ഇനി അതിങ്ങോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ജി ഓഫ് ടി പ്ലസ് എച്ച് എന്താണ് വരിക? 1/t പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് ടി എന്താണ് വരിക? 1/t² ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച്. ഓക്കെ, സോൾവ് ചെയ്ത് പറഞ്ഞേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ക്രോസ് ചെയ്യാം നമുക്ക്. t² മൈനസ് ടി പ്ലസ് എച്ചിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ t² ഇൻറ്റു ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്, അത് ഞാൻ ഡിനോമിനേറ്ററിൽ തന്നെ ഇടുവാണ്. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഡിനോമിനേറ്റർ ഇനി ഒന്നും അനക്കാൻ പോകണ്ട. ന്യൂമിനേറ്റർ സോൾവ് ചെയ്യുമ്പോൾ ഒരു എച്ച് വരും, അതെന്തായാലും ക്യാൻസൽ ആയി പോകേണ്ടതായിരിക്കും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0
ടി സ്ക്വയർ മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് ബ്രാക്കറ്റ് ഇടണം അല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab 2th പ്ലസ് എച്ച് സ്ക്വയർ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വരിക? ബ്രാക്കറ്റ് ഓപ്പണിങ് ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ടി സ്ക്വയർ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ടി സ്ക്വയർ മൈനസ് 2th മൈനസ് എച്ച് സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ക്യാൻസൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? ഒരു എച്ച് ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി മൈനസ് 2t മൈനസ് 1 എന്നാണ് വരിക. മൈനസ് എച്ച് എന്നാണ് വരിക അല്ലേ. മൈനസ് 2th മൈനസ് എച്ച് സ്ക്വയർ. ഓക്കെ. ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? എച്ച് വെച്ചും ക്യാൻസൽ ചെയ്യാമല്ലോ. എച്ച് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ വേണ്ട എച്ചിന് ഞാൻ 0 കൊടുക്കുകയാണേ. മൈനസ് 2t എച്ചിന് ഞാൻ 0 കൊടുത്തു. ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എച്ചിന് 0 കൊടുക്കുക. ടി പ്ലസ് 0 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മോളിൽ ഇനി മൈനസ് 2t മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും അല്ലേ. ടി പ്ലസ് 0 എന്ന് പറയുന്നത് ടി ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ. സോ മൈനസ് 2t ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഒരു ടി വെട്ടിക്കഴിഞ്ഞാൽ മൈനസ് 2/t³ എന്ന് വരും. താഴെ 4t ഉണ്ട്, മുകളിൽ ഒരെണ്ണം വെട്ടിയാൽ മൈനസ് 2/t³. സോ അപ്പോൾ നമുക്ക് ജി ഓഫ് ടി എന്ന് പറയുന്നത് 1/t² ആണെങ്കിൽ ജി ഡാഷ് ടി നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? മൈനസ് 2/t³ കിട്ടിയിട്ടുണ്ട് അല്ലേ. മൈനസ് 2/t³. ജി ഡാഷ് ടി ഈസ് ഈക്വൽ ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ t³. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അവർ പറഞ്ഞ പോയിന്റിൽ ചെയ്ത് നോക്കാം. ജി ഡാഷ് -1 വേണം, 2 വേണം, √3 വേണം അല്ലേ. ജി ഡാഷ് -1 വേണം, ജി ഡാഷ് 2 വേണം, ജി ഡാഷ് √3 വേണം. ഇങ്ങനെ 3 ആൾക്കാരെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? -1 2 √3. നോക്കിക്കേ. ജി ഡാഷ് -1 എന്ന് പറഞ്ഞാൽ -2/-1 ശരിയല്ലേ. സോ -2/-1 -1 തന്നെയാണ്. മൈനസ് വെട്ടി 2 വരും ആൻസർ. ജി ഡാഷ് 2 എന്ന് പറഞ്ഞാൽ -2/2 ആണ് വരിക. -2/2³ എന്താണ്? 8 അല്ലേ. 2ഉം 8ഉം കട്ട് ചെയ്താൽ -1/4 വരും. ഓക്കെ. ഇനി √3 കൊടുക്കാം. -2/√3³ അതായത് -2/√3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്ന് എഴുതാം. √3 ഇൻറ്റു √3 എന്തായി മാറും? 3 ആയി മാറും. ശരിയല്ലേ? പഠിച്ചിട്ടുണ്ട്. √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ആണ്. ഓക്കെ. ഇപ്പോൾ √3 ഇൻറ്റു √3 3 ആവും. ബാക്കി ഒരു √3യും കൂടെ ഉണ്ടാവും. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ 3 √3 ആണ് ആൻസർ വരിക. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കി വയ്ക്കുക. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്. നോക്കി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. k of z is equal to 1 minus z divided by 2z എന്ന് പറയുന്നതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഓക്കെ. യെസ്. അപ്പം നമുക്ക് k ഡാഷ് z ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫോർമുല എന്ത് വരും? ലിമിറ്റ് h ടെൻസ് ടു 0 k of z പ്ലസ് h മൈനസ് k of z ഡിവൈഡഡ് ബൈ h എന്നുള്ള രീതിയിലായിരിക്കും ഫോർമുല വരിക. വേരിയബിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. സോ അപ്പോൾ നമ്മുടെ കയ്യിൽ k of z ഉണ്ട്. k of z എന്ന് പറയുന്ന ആരാണ്? 1 മൈനസ് z ഡിവൈഡഡ് ബൈ 2z ആണ് അല്ലേ. k of z പ്ലസ് h എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് ഇസഡിന് പകരം ഇനി എന്ത് കൊടുക്കുക? z പ്ലസ് h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z പ്ലസ് h എന്ന് വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. 1 മൈനസ് z മൈനസ് h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z പ്ലസ് h. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ലിമിറ്റ് h ടെൻസ് ടു 0 k of z പ്ലസ് hന് പകരം 1 മൈനസ് z മൈനസ് h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z പ്ലസ് h മൈനസ് k of z എന്ന് പറഞ്ഞാൽ 1 മൈനസ് z ഡിവൈഡഡ് ബൈ 2z ആണ്.
ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എച്ച് ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 മൈനസ് ഇസഡ് മൈനസ് എച്ച് ഇൻറ്റു 2z വരും, മൈനസ് 1 മൈനസ് ഇസഡ് ഇൻറ്റു 2 ഇൻറ്റു ഇസഡ് പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇസഡ് പ്ലസ് എച്ച് ഇൻറ്റു 2z. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഹോൾ ബൈ എച്ച് ഞാൻ ഡിനോമിനേറ്ററിൽ തന്നെ കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി നിങ്ങൾ നോക്കുക, താഴെ നമുക്ക് എന്ത് പുറത്തെടുക്കാം, ഒരു 2 ഇൻറ്റു 2 4 ഉണ്ട്, താഴെ ഒരു 4 പുറത്ത് വരും, മുകളിൽ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ആ 2 ഞാൻ ഇങ്ങോട്ട് പുറത്തെടുക്കുന്നു. ബാക്കി വരിക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇപ്പം ഞാൻ ഈ ടിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. താഴെ 2 ഇൻറ്റു 2 4 ആയിട്ട് പുറത്ത് വന്നു, മുകളിൽ 2 പുറത്ത് വന്നു. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്യാണ്. ഇസഡ് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വരും. ഇസഡ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്, ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് എച്ച് ഇസഡ് എന്ന് വരും. ഓക്കെ, യെസ്, മൈനസ്. ഇനി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പണിംഗ് വരുന്നുണ്ട്, ചെയ്തേ. 1 മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് എച്ച്, ബ്രാക്കറ്റ് ഓപ്പണിംഗ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇൻറ്റു എച്ച് മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് ഇൻറ്റു എച്ച് മൈനസ് ഇസഡ് എച്ച്. ശരിയാണല്ലോ? അപ്പം അത് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ, താഴെ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ഒന്നും ചെയ്യണ്ട, ഇസഡ് പ്ലസ് എച്ച് ഉണ്ട്, പിന്നെ ഒരു ഇസഡ് ഉണ്ട്, ഇൻറ്റു ഒരു എച്ചും കൂടെ ഉണ്ട്. ഓക്കെ, സോ 2/4 ഞാൻ കട്ട് ചെയ്ത് എന്താക്കുന്നു, 1/2 ആക്കുന്നു. 1/2 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്യുക. ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ മൈനസ് എച്ച് ഇസഡ് മൈനസ് ഇസഡ് മൈനസ് ഓഫ് പ്ലസ് മൈനസ് എച്ച് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇസഡ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് എച്ച് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ പ്ലസ് ഇസഡ് സ്ക്വയറും മൈനസ് ഇസഡ് സ്ക്വയറും വെട്ടാം, മൈനസ് ഇസഡും പ്ലസ് ഇസഡും നമുക്ക് വെട്ടാം. ഇനിയിപ്പം മൈനസ് ഇസഡ് എച്ചും പ്ലസ് ഇസഡ് എച്ചും നമുക്ക് വെട്ടാം. ഇനിയിപ്പോൾ മുകളിലൊരു മൈനസ് എച്ച് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. 1/2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, മുകളിലൊരു മൈനസ് എച്ച് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഇസഡ് പ്ലസ് എച്ച് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച് അല്ലേ. ഇനിയിപ്പോൾ ആ എച്ചും കൂടെ ക്യാൻസൽ ചെയ്താൽ അത്രയും പ്രശ്നങ്ങളൊക്കെ മാറി, എച്ച് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ 1/2 ഇൻറ്റു, ഇനി എന്ത് ചെയ്യുക, ഈ എച്ചിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക. മുകളിൽ ഇനി -1 ഉള്ളൂ, താഴെ ഇസഡ് പ്ലസ് 0 ഇൻറ്റു ഇസഡ് എന്ന് വരും. ശരിയല്ലേ? സോ 1 ഇൻറ്റു -1 ഇൻറ്റു ഇസഡ് ഇൻറ്റു ഇസഡ്. ഇസഡ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. ഇസഡ് ഇൻറ്റു ഇസഡ് എന്ത് വരും, ഇസഡ് സ്ക്വയർ. സോ -1 ഡിവൈഡഡ് ബൈ 2 ഇസഡ് സ്ക്വയർ ആണ് ആൻസർ വരിക. -1 ഡിവൈഡഡ് ബൈ 2 ഇസഡ് സ്ക്വയർ. സോ അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്, കെ ഡാഷ് ഇസഡ് കിട്ടി അല്ലേ. കെ ഡാഷ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, -1 ഡിവൈഡഡ് ബൈ 2 ഇസഡ് സ്ക്വയർ ആണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ്, കെ ഡാഷ് -1 1 √2 ആണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ കെ ഡാഷ് -1 വേണം, കെ ഡാഷ് 1 വേണം, കെ ഡാഷ് √2 വേണം അല്ലേ. -1ലും 1ലും √2ലും നമുക്ക് കണ്ടുപിടിക്കണം. പറഞ്ഞേ, -1 ആകുമ്പോൾ -1/2 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ -1/2 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ 1 ആണ്, -1/2 ആണ് ആൻസർ വരിക. ഓക്കെ, കെ ഡാഷ് 1 എന്ന് പറയുമ്പോൾ -1/2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ -1/2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. കെ ഡാഷ് √2 എന്ന് പറയുമ്പോൾ -1/2 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ -1/2 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ എന്താണ്, 2 ആണ്. സോ -1/4 ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത 5ാമത്തെ ചോദ്യം, പി ഓഫ് തീറ്റ എന്ന് പറയുന്നത് √3θ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഡാഷ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. പി ഡാഷ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഫോർമുല ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പി ഓഫ് തീറ്റ പ്ലസ് എച്ച് മൈനസ് പി ഓഫ് തീറ്റ
ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള രീതിയിലായിരിക്കും ഫോർമുല വരിക. ശരിയല്ലേ? നോക്കിയേ, ഇവിടെ പി ഓഫ് തീറ്റ ആരാണ്? പി ഓഫ് തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 തീറ്റയാണ്. ഇതൊന്ന് സ്പ്ലിറ്റ് അപ്പ് ആക്കാണ്. √3 ഇൻറ്റു റൂട്ട് തീറ്റ എന്ന് കൊടുക്കാമല്ലോ, എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കൊടുക്കാം. പി ഓഫ് തീറ്റ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇപ്പോൾ √3 ഇൻറ്റു തീറ്റ മാറി എന്താവും? തീറ്റ പ്ലസ് എച്ച് ആവും. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ നമുക്ക് നിലവിൽ ചെയ്യാനില്ല. ഇപ്പം എന്താ വരിക നോക്കുക നമുക്ക്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, പി ഓഫ് തീറ്റ പ്ലസ് എച്ചിന് പകരം എന്ത് കൊടുക്കുക? √3 ഇൻറ്റു റൂട്ട് തീറ്റ പ്ലസ് എച്ച് കൊടുക്കാം, മൈനസ് പി ഓഫ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? √3 ഇൻറ്റു റൂട്ട് തീറ്റ കൊടുക്കാം, ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? എച്ച് വരും. ഓക്കെ, സോ ഇവിടെ ന്യൂമറേറ്ററിൽ 2 ടേംസിൽ ഇനി എന്തുണ്ട്? √3 നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഉണ്ട്. √3 പുറത്ത് വന്നാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് തീറ്റ പ്ലസ് എച്ച് മൈനസ് റൂട്ട് തീറ്റ ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് വരിക. ഓക്കെ, ഇപ്പം നിലവിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എച്ചിന് 0 കൊടുത്താൽ റൂട്ട് തീറ്റ മൈനസ് റൂട്ട് തീറ്റ 0 വരും, ബൈ എച്ചിന് 0 കൊടുത്താൽ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. അപ്പം ഇങ്ങനെ √a മൈനസ് √b ഫോം വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ റാഷണലൈസ് ചെയ്യുക അല്ലേ. അപ്പം ഇതിൻ്റെ കോഞ്ചുഗേറ്റ് മുകളിൽ കൊടുക്കുക. റൂട്ട് തീറ്റ പ്ലസ് എച്ച് മൈനസ് റൂട്ട് തീറ്റ എന്നുള്ളത് പ്ലസ് റൂട്ട് തീറ്റ വരും. അതേ സെയിം സാധനം താഴെ കൊടുക്കുക. റൂട്ട് തീറ്റ പ്ലസ് എച്ച് പ്ലസ് റൂട്ട് തീറ്റ എന്നുള്ളത് അതേ സെയിം വാല്യൂ താഴെയും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് √3 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മുകളിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ. അപ്പോൾ ആ റൂട്ടുള്ള ടേം സ്ക്വയർ എടുക്കുമ്പോൾ തീറ്റ പ്ലസ് എച്ച് മാത്രമാവും അല്ലേ. മൈനസ് ബി സ്ക്വയർ, റൂട്ട് തീറ്റ സ്ക്വയർ എടുത്താൽ തീറ്റ മാത്രമാവും. ശരിയാണല്ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താണ്? റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മാത്രമാണ് അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് തീറ്റ പ്ലസ് എച്ച് പ്ലസ് റൂട്ട് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തീറ്റയും തീറ്റയും വെട്ടാം. മുകളിൽ ഇനി എച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ എച്ചും താഴത്തെ എച്ചും കൂടെ ക്യാൻസൽ ആവും. ഇനി √3 ഇൻറ്റു എച്ചിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ റൂട്ട് എച്ചിന് 0 കൊടുത്താൽ തീറ്റ പ്ലസ് 0 അല്ലേ. തീറ്റ പ്ലസ് 0 എന്ന് വരും, പ്ലസ് റൂട്ട് തീറ്റ എന്ന് വരും. സോ മുകളിൽ ഇനി ഒരു √3 മാത്രമേ ഉള്ളൂ, താഴെ റൂട്ട് തീറ്റ പ്ലസ് റൂട്ട് തീറ്റ എന്ന് വരും അല്ലേ. സോ √3 ഡിവൈഡഡ് ബൈ റൂട്ട് തീറ്റ കൂട്ടിയാൽ 2 റൂട്ട് തീറ്റ. ഓക്കെ ആണല്ലോ. സോ √3 ഡിവൈഡഡ് ബൈ 2 റൂട്ട് തീറ്റയാണ് നമ്മുടെ ആൻസർ വരിക. ഇനി നോക്കാം, നമുക്ക് പി ഡാഷ് തീറ്റയാണ് കണ്ടുപിടിച്ചത്. പി ഡാഷ് തീറ്റയുടെ ആൻസർ നമുക്കിപ്പോൾ എന്ത് കിട്ടിയിരുന്നു? √3 ഡിവൈഡഡ് ബൈ 2 റൂട്ട് തീറ്റ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഡാഷ് 1 3 2/3 ആണ് അല്ലേ. നോക്കിക്കേ, പി ഡാഷ് 1 വേണം, പി ഡാഷ് 3 വേണം, 2/3 വേണം. പി ഡാഷ് 1, പി ഡാഷ് 3, പി ഡാഷ് 2/3. ഈ 3 ആൾക്കാരെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. പി ഡാഷ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ തീറ്റയ്ക്ക് 1 കൊടുക്കുക. √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √1 എന്ന് വരും. √1 1 തന്നെയാണ്, അപ്പോൾ √3/2 തന്നെയാണ് ആൻസർ വരിക. പി ഡാഷ് 3 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? √3 ഡിവൈഡഡ് ബൈ 2 √3 എന്ന് വരും അല്ലേ. ശരിയാണല്ലോ. അപ്പോൾ ഈ √3 ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 ആയിരിക്കും. പി ഡാഷ് 2/3 എന്ന് പറയുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √2/3 എന്ന് വരും. ഓക്കെ അല്ലേ. സോ √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ √2/√3 എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിലാണ് ഫ്രാക്ഷൻ, വിൽക്കുർമം കൊണ്ടുള്ള ഗുണനം റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. √3/2 ഉണ്ട്, √2/√3 തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ √3 മുകളിൽ പോവും, √2 താഴെ വരും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഓക്കെ, √3 ഇൻറ്റു √3 എന്നുള്ളത് 3 വരും, ഡിവൈഡഡ് ബൈ 2 √2 ആണ് ആൻസർ വരിക. 3 ഡിവൈഡഡ് ബൈ 2 √2. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? 6 ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞേ? 6 ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ? യെസ്. ഇപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ആൻസർ ചെയ്തു. ലാസ്റ്റ് വൺ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. R(s) is equal to √2s plus 1 എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. R(s) is equal to √2s plus 1. R'(0) വേണം, R'(1) വേണം, R'(1/2) വേണം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫോർമുല R'(s)ന്റെ ഫോർമുല എന്തായിരിക്കും? ലിമിറ്റ്
h ടെൻസ് ടു 0 r ഓഫ് s പ്ലസ് h മൈനസ് ആർ ഓഫ് എസ് ഡിവൈഡഡ് ബൈ h ആയിരിക്കും. കാരണം ഇവിടെ എസ്സിലുള്ള ഫംഗ്ഷനാണ്. നോക്കിക്കേ, ആർ ഓഫ് എസ് എന്ന് പറയുന്ന ആളാരാണ്? റൂട്ട് 2s പ്ലസ് 1 ആണ് അല്ലേ? അപ്പം ആർ ഓഫ് എസ് പ്ലസ് h എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താണ് വരിക? റൂട്ട് ഓഫ് 2 ഇൻറ്റു എസ് മാറിക്കൊണ്ട് എസ് പ്ലസ് എച്ച് ആവും, പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? സോ റൂട്ട് ഓഫ് ഇത് ഓപ്പൺ ചെയ്താൽ 2s പ്ലസ് 2h പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണല്ലോ? അത് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണേ. ലിമിറ്റ് h ടെൻസ് ടു 0 ആർ ഓഫ് എസ് പ്ലസ് എച്ചിന് പകരം റൂട്ട് ഓഫ് 2s പ്ലസ് 2h പ്ലസ് 1 മൈനസ് ആർ ഓഫ് എസിന് പകരം റൂട്ട് 2s പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? h. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ നമുക്കിനി? കോഞ്ചിയേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കാനുള്ള ഐഡിയ മാത്രമേ നമ്മുടെ കയ്യിൽ നിലവിലുള്ളൂ. ആ പരിപാടി നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ റൂട്ട് 2s പ്ലസ് 2h പ്ലസ് 1 ഉണ്ട്. അതിൻ്റെ കോഞ്ചിയേറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി മാറ്റി റൂട്ട് 2s പ്ലസ് 1 കൊടുക്കുക. ഇതേ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2s പ്ലസ് 2h പ്ലസ് 1 പ്ലസ് റൂട്ട് 2s പ്ലസ് 1. ഓക്കെ, പിന്നെ മുകളിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് കൊടുക്കാം? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി കൊടുക്കാം. അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഈ റൂട്ടുള്ള സാധനം സ്ക്വയർ എടുക്കുമ്പോൾ 2s പ്ലസ് 2h പ്ലസ് 1 വരും. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റൂട്ട് പോയി കിട്ടും അല്ലേ? 2s പ്ലസ് 1 ആണ്. ഇപ്പോൾ മൈനസിന് ശേഷം ആയതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം. ഹോൾ ഡിവൈഡഡ് ബൈ h ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 2s പ്ലസ് 2h പ്ലസ് 1 പ്ലസ് റൂട്ട് 2s പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണേ? ഇനി നമ്മൾ നോക്കുക, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെ. ന്യൂമറേറ്ററിൽ എന്ത് വരും? ലിമിറ്റ് h ടെൻസ് ടു 0 2s പ്ലസ് 2h പ്ലസ് 1 മൈനസ് 2s മൈനസ് 1 എന്ന് വരും അല്ലേ? ഡിവൈഡഡ് ബൈ h ഇൻറ്റു റൂട്ട് ഓഫ് 2s പ്ലസ് 2h പ്ലസ് 1 പ്ലസ് റൂട്ട് 2s പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? എന്തെങ്കിലും വെട്ടാനുണ്ടോ നോക്കിക്കേ. മുകളിൽ നമുക്ക് ക്യാൻസലേഷൻ 2s ക്യാൻസൽ ചെയ്യാം. മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 2h ഉണ്ട്, അതിലെ ഒരു എച്ചും താഴെ നിൽക്കുന്ന എച്ചുമായിട്ട് നമുക്ക് വെട്ടാം. ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ 2 മാത്രമേ ഉള്ളൂ. ലിമിറ്റ് കൊടുക്കാം. മുകളിലും താഴെയും 0 വരുത്തുന്ന എല്ലാം പോയിട്ടുണ്ട്. മുകളിൽ ഇനി ഒരു 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ ഈ എച്ചിൻ്റെ പ്ലേസിലെല്ലാം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. റൂട്ട് ഓഫ് ഇപ്പോൾ ഈ എച്ച് കാണുന്ന ഈ ടേം 0 ആയിപ്പോയി. ബാക്കി വരിക 2s പ്ലസ് 1 എന്ന് വരും അല്ലേ? 2s പ്ലസ് 1 പ്ലസ് റൂട്ട് 2s പ്ലസ് 1 എന്ന് വരും അല്ലേ? ഒരു എക്സ് പ്ലസ് എക്സ് 2x എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. 2 ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് റൂട്ട് 2s പ്ലസ് 1 എന്ന് വരും അല്ലേ? ഇപ്പോൾ മുകളിലത്തെ 2 താഴത്തെ 2 വെട്ടി. ഇനി എന്താണ് വരിക? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2s പ്ലസ് 1 എന്നാണ് ആൻസർ വരിക. ശരിയല്ലേ? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2s പ്ലസ് 1 എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർ ഡാഷസ് കിട്ടി. പറഞ്ഞേ, ആർ ഡാഷസ് എന്താ നമുക്ക് കിട്ടിയേ? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2s പ്ലസ് 1 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പോയിന്റ് കൊടുക്കാം. ആർ ഡാഷ് 0 വേണം, ആർ ഡാഷ് 1 വേണം, ആർ ഡാഷ് 1/2 വേണം. ആർ ഡാഷ് 0 വേണം, ആർ ഡാഷ് 1 വേണം നമുക്ക്, അതേപോലെ ആർ ഡാഷ് 1/2 വേണം. സോ ആർ ഡാഷ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എസിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക. 2 ഇൻറ്റു 0 എന്നുള്ളത് 0 ആവും. പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 വരും, 1/1 വരും, ആൻസർ 1 വരും. ഓക്കെ, ഇനി 1 കൊടുക്കുക. 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 എന്നുള്ളത് 2 വരും, പ്ലസ് 1/√3 ആണ് ആൻസർ വരിക. ഇനി 1/2 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു 1/2 പ്ലസ് 1 എന്ന് വരും അല്ല? ഇവിടെ 2 നമുക്ക് വെട്ടാം. 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് 1 എന്ന് വരും അല്ലേ? അതെന്താണ്? 1/√2 ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഈ ക്ലാസ്സിൽ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ചോദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എടുത്തു പറയുന്നുണ്ട്, യൂസിങ് ഡെഫിനിഷൻ എന്ന് എടുത്തു പറയുന്നുണ്ട്.
ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവർ യൂസിങ് ഡെഫിനിഷൻ എടുത്ത് പറയില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം? ബേസിക് ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ? ഓൾറെഡി നിങ്ങൾ +2 പഠിച്ച ബേസിക് ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ബേസിക് ഫോർമുലാസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ബേസിക് ഫോർമുലാസ്, പ്രോഡക്റ്റ് റൂള്, ക്വസ്റ്റ്യൻ റൂളൊക്കെ പറഞ്ഞ് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നേരിട്ട് തന്നെ ആൻസർ ചെയ്യുന്ന രീതിയിൽ ഒരു 3-4 എണ്ണം നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീനിയറൈസേഷനിലേക്കും എന്താണ് കോൺകേവിറ്റിയിലും ഒക്കെ കയറാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.